Welcome to BSc Complementary Physics Semester 4, 40th lecture. And this is Complementary Physics. The chapter is Electronics. And today the topic is transistor alpha and beta. The topic is transistor. And today we study transistor gains alpha and beta. Semester 4, Complementary Physics, 40th lecture. So what are transistor alpha and beta? ഈ ട്രാൻസിസ്റ്ററിൻ്റെ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 3 കേസിലാണ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ പഠിച്ചത്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കോമൺ ബേസിനും കോമൺ എമിറ്ററിനുമാണ്. കോമൺ എമിറ്ററാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. അപ്പോൾ ആൽഫയും ബീറ്റയും ആദ്യത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഗെയിനുകളാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആൽഫ ആൻഡ് ബീറ്റ. Transistor alpha and beta are the current amplification factor or gains of a transistor. Transistor alpha and beta are the current amplification factors of a transistor. What is transistor alpha? Transistor alpha എന്ന് പറഞ്ഞാൽ എന്താണ്? It is the current gain of a CB transistor. That is alpha is equal to IC by IE. IC by IE, E note the equation number 1. That is alpha is the ratio of the collector current. Current in the spelling T is alpha is the ratio of the collector current to the emitter current. IC by IE, ratio IC by IE, ratio of collector current to the emitter current എന്നാണ് അത് വായിക്കുന്നത്. IC by IE അങ്ങനെ വായിച്ചാൽ മതി. ഇതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഇനി കറണ്ട് ഒരു എ സി ചേഞ്ച് ഉണ്ടെങ്കിൽ, ഈ കളക്ടർ കറണ്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ എമിറ്റർ കറണ്ട് ചേഞ്ച് ഉണ്ടാകും. അന്നേരം നമ്മൾ എ സിക്ക് പറയുന്നത് ആൽഫ ഈസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ എന്ന് പറയും. ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ബൈ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് എന്നും പറയും ആൽഫയെ. ഈ ചേഞ്ചുകളെ നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഡി സി വാല്യൂവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഐ സി പറയുന്നത്. ഇനി ചേഞ്ചുകളെ എ സിയെ നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ എന്നുള്ളത് സ്മോൾ ഐ സി ബൈ സ്മോൾ ഐ എന്ന് പറയും. സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കും. അപ്പോൾ ഡെൽറ്റ ഐ സി ഈസ് എ ചേഞ്ച് ഇൻ ദി കളക്ടർ കറണ്ട് ആൻഡ് ഡെൽറ്റ ഐ ബി ഈസ് എ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഇ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഐ സി ഈസ് ആൽഫ ഐ ഇ. അപ്പോൾ ഇവിടെ അത് ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫ്രം 1 ഐ സി ഈസ് ആൽഫ ഐ ഇ എന്ന് വരും. എന്നാൽ ഒരു ചെറിയ ഒരു കറക്ഷൻ ഈ ഇക്വേഷനകത്ത് വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പഠിക്കണം. ഐ സി ഈസ് ആൽഫ ഇ എന്ന് പഠിക്കണം, അല്ലെങ്കിൽ ആൽഫ ഈസ് ഐ സി ബൈ ഐ എന്ന് പഠിക്കണം. പക്ഷേ അതിന് ഒരു കറക്ഷൻ കൂടി നമ്മൾ ചേർക്കാറുണ്ട്. ഒരു ചെറിയൊരു അഡീഷണൽ കറണ്ട് കൂടിയുണ്ട്. ബട്ട് ആക്ച്വലി ഐ ഈസ് ഈക്വൽ ടു ആൽഫ ഇ പ്ലസ് IL, small l, suffix IL, where IL is called leakage current എന്ന് പറയും. IL is called leakage current. ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ബട്ട് ആക്ച്വലി ഐ ഈസ് ആൽഫ ഐ സി ഈസ് അല്ലേ, അത് തന്നെ ആൽഫ പ്ലസ് IL, ആൽഫ ഇ പ്ലസ് IL. ബട്ട് ആക്ച്വലി ഐ സി ഈക്വൽ ടു alpha IE plus IL, where IL is called leakage current or reverse current due to minority carriers. Reverse current due to minority carriers, അതാണ് ലീക്കേജ് കറണ്ട്. അതുകൂടി ചേർത്താണ് പറയുന്നത്. പക്ഷേ ഈ കറണ്ട് വളരെ ഫീബിളാണ്, വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് ഐ സി ഈസ് ആൽഫ ഐ എന്ന് പറയാം. IL ഈസ് വെരി ഫീബിൾ കറണ്ട്. അപ്പോൾ ഇത്രയാണ് ആൽഫയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആൽഫ ഈസ് ഐ സി ബൈ ഐ എന്ന് ഓർത്ത് കൊള്ളാം. ഈ ട്രാൻസിസ്റ്റർ ബീറ്റ രണ്ടാമത്തെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിനാണ്. ബീറ്റ ഈസ് ഐ സി ബൈ ഐ ബി. അപ്പോൾ ഈ ആൽഫയും ബീറ്റയും പഠിക്കുമ്പോൾ ഓർത്തിരിക്കണം കേട്ടത്. ഈ രണ്ടും ആൽഫയാണെങ്കിൽ ഐ സി ബൈ ഐ, ബീറ്റ ആണെങ്കിൽ ഐ സി ബൈ ഐ ബി. അപ്പോൾ രണ്ടിൻ്റെ ഡിവിഷൻ ഐ സി ആണ് ഭാഗിക്കുന്നത്. ഐ സിയെ ഐ കൊണ്ട് ഹരിച്ചാൽ ആൽഫ കിട്ടും, ഐ സിയെ ഐ ബി കൊണ്ട് ഹരിച്ചാൽ ബീറ്റ കിട്ടും. അപ്പോൾ രണ്ട് സ്ഥലത്തും ഹരിക്കുന്നത് ഐ സി ആണെന്ന് ഓർക്കണം, ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും. അപ്പോൾ എങ്ങനെ പഠിക്കുന്നത് മറിഞ്ഞു പോകാതെ
മാറിപ്പോകാതെ എങ്ങനെ പഠിക്കുന്നു നോക്കിയേ. ഈ ബീറ്റകളങ്ങ് പഠിച്ചാൽ മതി. ബീറ്റ ഐ സി ബൈ ഐ ബി, കാരണം ബീറ്റ ബി എന്നാണ് പറഞ്ഞു തീർക്കുന്നത്. ഐ സി ബീറ്റ ഇസ് ഐ സി ബൈ ഐ ബി. ബീറ്റ ലെഫ്റ്റ് എഴുതിയാൽ താഴെ ഐ ബി വരണം, കാരണം മുകളിൽ എപ്പോഴും ഐ സി ആണല്ലോ ഈ രണ്ട് കേസിലും. അപ്പം ബീറ്റ പഠിക്കുന്നത് എങ്ങനെയാണ്? ബീറ്റ ഇസ് ഐ സി ബൈ ഐ ബി. അപ്പോൾ ആൽഫ എങ്ങനെ പഠിക്കും? ഐ സി ബൈ ഐ എ എന്നല്ല, ഐ ഇ എന്ന് പഠിക്കണം. ബീറ്റ ഇസ് ഐ സി ബൈ ഐ ബി, ആൽഫ ഇസ് ഐ സി ബൈ ഐ ഇ, അങ്ങനെ പഠിക്കണം. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യുന്നത് ഐ സി ആണെന്ന് ഓർക്കണം. ബീറ്റ പറയുമ്പോൾ താഴെ ഐ ബി വരണം. അങ്ങനെ പഠിച്ചാൽ മറന്നു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകും. താഴെ ഐ ബി ആണോ ഐ സി ആണോ എന്നൊക്കെ സംശയം വരും. അപ്പോൾ രണ്ട് കേസിലും ഡിവിഷൻ നടത്തുന്ന ഐ സി ആണ്. താഴെ ഐ ബി വന്നാൽ അത് ബീറ്റ ആണ്, താഴെ ഐ ഇ വന്നാൽ അത് ആൽഫയാണ്. ബീറ്റ മാത്രം പഠിച്ചാൽ ആൽഫയെ ഓർത്തിരിക്കുക. So beta, it is a gain of a C transistor. It is defined as a ratio of collector current to the base current. ഇനി എ സി വാല്യൂവിനാണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം വരും. ഫോർ എ സി വാല്യൂസ് ബീറ്റസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ചേഞ്ച് ആയിട്ട് പറയണം. ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ഫ്രം 0.95 to 0.99. ആൽഫയുടെ വാല്യൂ ഒന്നിൽ കുറവാണ്, അതൊരു 0.95 to 0.99 വരെ വരാം സാധാരണ ട്രാൻസിസ്റ്ററുകളിൽ. ബീറ്റ ഈസ് ഫ്രം 20 to 500. ബീറ്റയുടെ വാല്യൂ 20 മുതൽ 500 വരെ വരും. അപ്പം ബീറ്റ കോമൺ എമിറ്ററിന് ബീറ്റ വളരെ കൂടുതലാണ്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. വി നോ ദി കറണ്ട് ഇക്വേഷൻ ഐ ഈസ് ഐ സി പ്ലസ് ഐ ബി, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഡിവൈഡിങ് ബൈ ഐ സി, ഓരോ ടൈമിന് ഐ സി കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആൽഫയും ബീറ്റയും തമ്മിൽ റിലേഷൻ കാണാനായിട്ട് നമ്മൾ ഹരിക്കേണ്ടത് ഐ സി കൊണ്ടാണ്, ഓർത്തോളണം. അപ്പോൾ ചിലർക്ക് സംശയം വരും, എന്തുകൊണ്ട് ഹരിക്കണം? ഐ ഇ കൊണ്ട് ഹരിക്കണോ ഐ ബി കൊണ്ട് ഹരിക്കണോ എന്നൊക്കെ സംശയം വരും. ഓർക്കുക, ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ഈ ഐ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ഇക്വേഷനെ ഐ സി കൊണ്ട് ഭാഗിക്കണം. ഐ സി കൊണ്ട് പ്രത്യേകം ഓർക്കുക. ദാറ്റ് ഈസ് ഐ ഇ ബൈ ഐ സി ഈക്വൽ ടു ഐ സി ബൈ ഐ സി 1, ഐ സി ബൈ ഐ സി ഈക്വൽ ടു 1 പ്ലസ് ഐ ബി ബൈ ഐ സി. എന്താണ് ഇവിടെ പിന്നെ ഐ ഇ ബൈ ഐ സി 1 ബൈ ആൽഫയാണ്. ആൽഫ മറിച്ച് പറയുന്നതാണല്ലോ. പിന്നെ 1 പ്ലസ് 1 ബൈ ബീറ്റ. അപ്പോൾ ഇതാണ് ആൽഫയും ബീറ്റയും തമ്മിൽ ഒരു റിലേഷൻ. 1 ബൈ ആൽഫ ഈസ് 1 പ്ലസ് 1 ബൈ ബീറ്റ. അല്ലെങ്കിൽ അത് കൂട്ടി എൽ എച്ച് എസ് അതുപോലെ എഴുതിയിട്ട് ആർ എച്ച് എസ് കൂട്ടി പറയുമ്പോൾ 1 ബൈ ആൽഫ ഈസ് ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ എന്ന് എഴുതാം നമുക്ക്. അത് തിരിച്ചു പറയുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1, ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. അതൊരു ഇക്വേഷൻ. അതുപോലെ നമ്മൾ 1 ബൈ ബീറ്റ കണ്ടുപിടിച്ചാൽ 1 ബൈ ആൽഫ മൈനസ് 1 ബൈ ബീറ്റ ഈസ് എൽസിയം കണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 മൈനസ് ആൽഫ ബൈ ആൽഫ, ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ നമുക്ക് ഈ ആൽഫയും ബീറ്റയും തമ്മിൽ റിലേഷൻ 3 തരത്തിൽ പറയാം. ഏതൊക്കെയാണ്? ആദ്യം എഴുതിയത് 1 ബൈ ആൽഫ ഈസ് 1 പ്ലസ് 1 ബൈ ബീറ്റ എന്ന് പറയാം. പിന്നെ ആൽഫ ഈസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്ന് പറയാം. അല്ലെങ്കിൽ ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയാം. അവസാനം പറഞ്ഞ പ്രത്യേകം പഠിക്കുക. പ്രോബ്ലത്തിൽ നമുക്ക് ലാസ്റ്റ് പറയുന്നത് കുറച്ച് എളുപ്പം. ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ദാറ്റ് ഇസ് എ ബെസ്റ്റ് റിലേഷൻ കണക്റ്റിംഗ് ആൽഫ ആൻഡ് ബീറ്റ. ദ ബെസ്റ്റ് റിലേഷൻ കണക്റ്റിംഗ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ആൽഫ ആൻഡ് ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ, ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ ഐ ഇസിക്വൽ ഐ സി പ്ലസ് ഐ ബി എന്ന് എഴുതിയിട്ട് ഐ സി കൊണ്ട് ഹരിക്കണം കേട്ടോ, അല്ല വേറെ ഒന്നും കൊണ്ട് ഹരിക്കരുത്. ഐ സി കൊണ്ട് ഹരിച്ചിട്ട് വേണം 1 ബൈ ആൽഫ എന്നും 1 ബൈ ബീറ്റ എന്നൊക്കെ എഴുതാനായിട്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഈ 2 ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ്റെ ആൽഫയും ബീറ്റയാണല്ലോ പറഞ്ഞത്. 3 കോൺഫിഗറേഷൻ അല്ലേ? ഏതൊക്കെയാണ് 3 എണ്ണം? ആദ്യത്തെ സി ബി, രണ്ടാമത്തെ സി ഇ, മൂന്നാമത്തെ സി സി. അപ്പം നമ്മൾ പറഞ്ഞത് ഈ സി ബിയുടെയും സിയുടെയാണ്. അപ്പോൾ സി സിക്കും ഗെയിനുണ്ട്, സി സിക്കും ഗെയിനുണ്ട്, അത് വളരെ കുറവാണ്. അതിന് നമ്മൾ ട്രാൻസിസ്റ്റർ ഗാമ എന്ന് പറയണം, ഗാമ. അപ്പം അത് ഗാമ കുറവൊന്നുമല്ല, അതിന് റിലേഷൻ ഉണ്ട്. ഗാമ
ഇറ്റ് ഈസ് ദി കറണ്ട് ഗെയിൻ ഓഫ് സി ട്രാൻസിസ്റ്റർ. കോമൺ കളക്ടർ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിനാണ് ഗാമ. ദാറ്റ് ഈസ് ഗാമ ഈസ് IC by I by IB. IC അല്ല ഇവിടെ, I/IB ആണ്. അതായത് ബീറ്റ പഠിക്കുന്നത് പോലെ പറയണം, പക്ഷേ മുകളിൽ ICക്ക് വരാൻ I ആയിരിക്കും. അതാണ് ഗാമ. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ ഞാനൊന്ന് ചുരുക്കി ഇവിടെ കാണിച്ചിട്ടുണ്ട്, സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. I is IC plus IB, ആൽഫ is IC by IE, ബീറ്റ is IC by IB, പിന്നെ ബീറ്റ is ആൽഫ by 1 minus ആൽഫ. 10 റിലേഷൻ ഓർത്തിരിക്കണം. ഇത് വെച്ച് നമ്പർ ഓഫ് പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 1 പ്രോബ്ലം, എല്ലാം സിമ്പിൾ പ്രോബ്ലമാണ്. നമുക്ക് തനിയെ ആരുടെ സഹായമില്ലാതെ ചെയ്യാവുന്ന പ്രോബ്ലങ്ങളല്ല. ദ വാല്യൂ ഓഫ് ബേസ് കറണ്ട് ആൻഡ് എമിറ്റർ കറണ്ട് ആർ 50 മൈക്രോ ആംപിയർ ആൻഡ് 2 മില്ലി ആംപിയർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ കറണ്ട് ഇവിടെ മൈക്രോ ആംപിയറിലും തരും, മില്ലി ആംപിയറിലും തരും. ആംപിയറിൽ തരില്ല, കാരണം ട്രാൻസിസ്റ്റർ കറണ്ട് എല്ലാം ചെറിയ കറണ്ടുകളാണ്. ഇപ്പോൾ മൈക്രോ ആംപിയർ മില്ലി ആംപിയർ തരും. മൈക്രോ ആംപിയർ മില്ലി ആംപിയർ ആക്കാൻ 100 കൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മൈക്രോ ആംപിയറിനെ മില്ലി ആംപിയർ ആക്കാൻ 1000 കൊണ്ട് ഭാഗിച്ചാൽ മതി. കാരണം ഒരു മൈക്രോ ആംപിയർ 10⁻³ ആംപിയറാണ്, ഒരു മില്ലി ആംപിയർ 10⁻³ ആംപിയറാണ്. നമ്മൾ ആംപിയറിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് മൈക്രോ ആംപിയറിനെ മില്ലി ആംപിയർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്നിന് വായിക്കാം. ദി വാല്യൂ ഓഫ് ബേസ് കറണ്ട് ആൻഡ് എമിറ്റർ കറണ്ട് ആർ 50 മൈക്രോ ആംപിയർ ആൻഡ് 2 മില്ലി ആംപിയർ റെസ്പെക്റ്റീവ്ലി ഫോർ എ ട്രാൻസിസ്റ്റർ. ഫൈൻഡ് ആൽഫ, ബീറ്റ ആൻഡ് IC. നമുക്ക് 5 വാല്യൂ ഉണ്ട് നമ്മുടെ ക്വസ്റ്റിനകത്ത്. 5 വാല്യൂ ഏതൊക്കെയാണ്? IE, IC, IB, ആൽഫ, ബീറ്റ. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏതെങ്കിലും 2 വാല്യൂ തരും, മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബാക്കി 3 വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 5 വാല്യൂസ് വെച്ചുള്ള കണക്കുകളാണ് പറയുന്നത്. ഏതെങ്കിലും 5 വാല്യൂസ്? IC, IE, IB, ആൽഫ, ബീറ്റ. ഗാമ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 വാല്യൂ ഈ 5 വാല്യൂസിൽ നിന്ന് തരും, ബാക്കി 3 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ 2 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. IB ഉണ്ട്, പിന്നെ ഏതാണ് തന്നിരിക്കുന്നത്? IE ഉണ്ട്. അപ്പോൾ ആൽഫയും ബീറ്റ ICയും കാണാം. ചെയ്യുന്ന നോക്കി. IB is 50 മൈക്രോ ആംപിയർ, അതിനെ നമ്മൾ മില്ലി ആംപിയർ ആക്കുമ്പോൾ 50 × 10⁻³ മില്ലി ആംപിയർ. IE 2 ആംപിയർ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് IC ആണ്. IC is IE minus IB, അങ്ങനെയല്ലോ. കാരണം IE is IC plus IB ആണ്. therefore IC is IE minus IB, 2 minus 0.05. ആ 50 മൈക്രോ ആംപിയറിനെ മില്ലി ആംപിയർ ആക്കുമ്പോൾ 0.05 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1.95 മില്ലി ആംപിയർ. ദാറ്റ് ഈസ് IC. ആൽഫ IC by I നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ടല്ലോ. ഇപ്പോൾ 1.95/2 നമുക്ക് കിട്ടുന്നത് 0.975 ആൽഫ കിട്ടി. ബീറ്റ നമുക്ക് ആൽഫ by 1 minus ആൽഫ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ IC by IB വെച്ച് ചെയ്യാം. ഏത് ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ദാറ്റ് ഈസ് 1.95/0.05 equal to 39. അപ്പോൾ എല്ലാ വാല്യൂ കിട്ടിയൊരു ആൽഫ കിട്ടി, ബീറ്റ കിട്ടി, നമ്മൾ IC കണ്ടുപിടിച്ചു. അടുത്ത പ്രോബ്ലം. A transistor has alpha is 0.98, IB is 100 micro ampere. Find IC, IE and beta. Given ICBO, അത് ലീക്കേജ് കറണ്ട് I അല്ല, ICBO equal to 2 മൈക്രോ ആംപിയർ. അപ്പോൾ ലീക്കേജ് കറണ്ട് എന്തൊരു കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഒരു ഇത്തരത്തിൽ വരും. നമുക്ക് നോക്കാം. ഗിവൺ IB equal to 100 മൈക്രോ ആംപിയർ. അതിനെ മില്ലി ആംപിയർ ആക്കുമ്പോൾ 3 സ്ഥാനം മാറ്റണം. 0.1 മില്ലി ആംപിയർ. ആൽഫ 0.9. എത്ര ആൽഫ എന്നിരിക്കുന്നത്? 0.98. ക്വസ്റ്റിനകത്തുണ്ട് 98. Therefore beta is equal to alpha by 1 minus alpha, 0.98 by 1 minus 0.98 equal to 0.98 by 0.02 equal to നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 49. IC is beta IB 49 into 0.1 4.9 MA. ഇനി നമ്മൾ ലീക്കേജ് കറണ്ട് ഇനി എന്താണ് കാണേണ്ടത്? നമുക്ക്
അപ്പോൾ അങ്ങനെ ഐ സി നമുക്ക് കണ്ടുപിടിച്ചു. ഇനി ഐ ആണ്. ഐ is IC by alpha, that is 4.9 by 0.98 is equal to 0.5 milliampere. ഇനി ആക്ച്വൽ ഐ സി, ആ ലീക്കേജ് കറണ്ട് കണ്ടുള്ള ഐ സി കറണ്ട്, ഇപ്പോൾ ആക്ച്വൽ ഐ സി ഈക്വൽ ടു ആൽഫ ഇ പ്ലസ് ലീക്കേജ് കറണ്ട് ഐ എൽ ഓർ ഐ സി ബി യു. ലീക്കേജ് കറണ്ടിൻ്റെ മറ്റൊരു സിമ്പിളാണ് ഐ സി ബി യു. അപ്പോൾ ഐ സി ഇസ് 0.98 × 5 പ്ലസ് 0.002 2 മൈക്രോ ആംബിയറിനെ നമ്മൾ മില്ലി ആംബിയർ ആക്കിയതാണ്. അത് ചെയ്യുമ്പോൾ 4.9 പ്ലസ് 0.002 ഈക്വൽ 4.902 മില്ലി ആംബിയർ. ഈ 0.002 വളരെ കുറവായത് കൊണ്ടാണ് നമ്മൾ ഈ ഐ സി എസ് ആൽഫ ഐ എന്ന് മാത്രം പറയുന്നത്. ഒരു മൈനോറിറ്റി കാരിയറിൻ്റെ കറണ്ട്, ലീക്കേജ് കറണ്ട് വളരെ നിസ്സാരമാണ്. അതുകൂടി അക്കൗണ്ട് ചെയ്താൽ 4.902 എന്ന് കിട്ടും. അത് അക്കൗണ്ട് ചെയ്തില്ല എങ്കിൽ, ലീക്കേജ് കറണ്ട് അക്കൗണ്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് 4.9 കിട്ടുള്ളൂ. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്ത പ്രോബ്ലം, ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് 0.92. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് 0.92. ഫൈൻഡ് ബീറ്റ ഐ ബി ആൻഡ് ഐ സി ഇഫ് ഐ ഈസ് 1 മില്ലി ആംബിയർ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാം. ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ 0.92 ബൈ 1 മൈനസ് 0.92 ഈക്വൽ ടു 11.5. വളരെ ചെറിയ ബീറ്റ. അടുത്തത് ആൽഫ ഈസ് ഐ സി ബൈ ഐ ഇ. ഐ സി ഇസ് ആൽഫ ഇ 0.92 × 1 90 × 100 92 MA. IB is IC by beta 0.92 by 11.5 equal to 0.08 MA. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ട്രാൻസിസ്റ്റർ ബീറ്റ ഈസ് 100 ആൻഡ് ഫൈൻഡ് ഐ സി ഐ ആൽഫ ഇഫ് ഐ സി ഐ ബി ആൽഫ ഇഫ് ഐ ഈക്വൽ 5 MA. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഹോംവർക്കിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഐ സി ഈക്വൽ 4.25 MA, ഐ ബി ഈസ് ഈക്വൽ ടു 5 by 102. ആൽഫ ഈസ് ഗിവൺ. അതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൽഫ ഈസ് ഈക്വൽ ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ 100 by 1 plus 100 ഈക്വൽ ടു 0.99. ഐ സി ഇസ് ആൽഫ ഐ ഇ 0.99 × 5 4.95 MA. ഐ ബി ഐ ഇ മൈനസ് ഐ സി, അറിയാമല്ലോ. ഐ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആകുമ്പോൾ ഐ ബി ഈസ് ഐ ഇ മൈനസ് ഐ സി 5 minus 4.95 0.05 MA. or IB equal to IC by beta. IB equal to 0.0495 എന്ന് കിട്ടും MA. അടുത്ത ചോദ്യം, ഫോർ എ ട്രാൻസിസ്റ്റർ IC is 5 MA, alpha is 0.98, find beta IB. ആൻസർ അവിടെ ഇരിക്കുന്നത്, അത് ചെയ്ത് വെച്ചിരിക്കുന്നത് താഴെ കാണുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. അത് ഹോംവർക്ക് ക്വസ്റ്റ്യനാണ്, ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് ഹോംവർക്ക് ആയിരുന്നു. For a transistor I equal to 3 MA, IB is 25 microampere, find alpha, beta and IC. Answer is given in the bracket, it is done below. IC is IE minus IB, that is 3 minus 0.025 microampere milliampere ആക്കിയതാണ് 2.975 MA. Alpha is IC by IB 2.975 by 3 0.9916. Beta is IC by IB 2.975 by 0.025. It is equal to 190.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. In a C transistor, the collector at 2 volt, the base current is increased from 100 microampere to 150 microampere. ചേഞ്ച് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ, ചേഞ്ച് ആയിട്ടാണ് തന്നിരിക്കുന്നത്. The collector current increases. Find the value of beta if the collector current changes. Changes ആണ് കേട്ടോ, ചേഞ്ചസ് എന്ന വാക്ക് എഴുതണേ. ചേഞ്ചസ് ഫ്രം 5 mA to 10 mA. ഇപ്പോൾ കളക്ടർ കറണ്ട് ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ബേസ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ചേഞ്ച് ഇൻ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചല്ലോ ചേഞ്ച് ഇൻ ഇക്വേഷൻ. ബീറ്റ ഈസ് ഈക്വൽ ഡെൽറ്റ ഐ ബി ബൈ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. ഡെൽറ്റ ഐ സി ഗിവൺ 10 minus 5 mA. Delta IB 150 minus 100 microampere. 50 microampere. That is 0.05 milliampere. There beta is equal to. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും മില്ലി ആംപിയർ തന്നെ ആക്കണം, അത് മറന്നു പോകരുത്. ബീറ്റ ഇസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി 5 by 0.05 equal to 100. That is the answer. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാം ചെയ്ത് നോക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇനിയും 1-2 പ്രോബ്ലം കൂടി ഇതിനകത്തുണ്ട്. അതിൻ്റെ അടുത്ത ടോപ്പിക്ക് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആരംഭിക്കും. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു.